ഈ കാണുന്ന ക്യൂട്ടായിട്ടുള്ള പപ്പിക്കുട്ടികൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. നമുക്കിത് തീ പോലും കത്തിക്കണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ അതിന് വേണ്ടിയിട്ട് പൊരികടല അഥവാ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എവറിഡേയുടെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത്രയും പഞ്ചസാര ഇട്ടാൽ മതി. ഓൾറെഡി പാൽപ്പൊടി ഇട്ടതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞനിയനുണ്ട്, കസിനനിയൻ. അപ്പോൾ അവന് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നത് കൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് ആൾക്ക് പോവാൻ. പോയി വന്നു കഴിഞ്ഞാൽ ഒരുപാട് കംപ്ലൈൻറ്റുകളും ഒരുപാട് സങ്കടങ്ങളും പറയാനുണ്ടാവും. അങ്ങനെ അതേ നമ്മൾ ആ പൊടിച്ച പൊടിയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഗോതമ്പ് മാവ് കുഴയ്ക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയി കിട്ടും. നല്ല സോഫ്റ്റാണ്. ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയാട്ടോ. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും. ഇനി നമുക്ക് ഇതാ ഒരു പപ്പിക്കുട്ടിയുടെ ഷേപ്പ് ആക്കണ്ടേ. അപ്പം അതിന് വേണ്ടി കുറച്ചെടുക്കുക അതിൽ നിന്ന്. എന്നിട്ട് ഒരു ബോൾ പോലെ ആക്കി എടുക്കുക. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തലയുടെ ഷേപ്പായി. ഇനി നമുക്ക് ചോക്കോസാണ് കേട്ടോ വേണ്ടത്. അതിൻ്റെ ചെവിയാണ് നമ്മൾ ഈ ചോക്കോസ് വെച്ച് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പപ്പിക്കുട്ടിയുടെ ചെവി റെഡി. അപ്പോൾ അത് 2 സൈഡും നമ്മളിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നന്നായിട്ട് ഒട്ടി നിന്നോളും. ഇനി എള്ളില്ലേ, കറുത്തെള്ള്, അതാണ് നമ്മൾ പപ്പിക്കുട്ടിയുടെ കണ്ണാക്കി വെക്കുന്നത്. ഇനി നേരത്തെ കുഴച്ച് വെച്ച മാവുന്ന ഒരു ചെറിയ പീസ് എടുക്കുക, അതിനൊന്ന് റൗണ്ട് ആക്കി എടുക്കുക. ഇനി അതിലേക്ക് കൊക്കോ പൗഡർ ഇടുന്നുണ്ട്, ആ ഒരു കളർ വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് വീണ്ടും ഇതുപോലെ റൗണ്ട് ആക്കുക. ഇത് പപ്പിക്കുട്ടിയുടെ വായ അല്ലെങ്കിൽ മൂക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. വായും മൂക്കും വേറെ വേറെ ആക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇതുപോലെ ഒരു റൗണ്ട് വെച്ച് കൊടുത്താൽ മതി. സംഭവം സിമ്പിളാണ്, കാണാൻ വെറൈറ്റിയാണ്. ഈ പിള്ളേർക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലേ ഇങ്ങനെ ചെയ്താൽ മതി. വെറൈറ്റി ആയതുകൊണ്ട് കഴിക്കുകയും ചെയ്യും. പിന്നെ ഇത് തീ പോലും കത്തിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ മേലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഹോട്ട് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് കയറി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ബൈ.